കേരളത്തിന്റെ തനത് വാദ്യകലയായ പഞ്ചാരിമേളം മലേഷ്യൻ മണ്ണിൽ അരങ്ങേറ്റം കുറിച്ചു. എടപ്പാൾ സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ മലേഷ്യയിലുള്ള വിദേശ ശാഖയിലാണ് ഈ ചരിത്രപരമായ അരങ്ങേറ്റം നടന്നത്. താളം എന്ന പേരിൽ അണിനിരന്ന വാദ്യസംഘത്തിന്റെ കന്നിപ്രകടനം ഡിസംബർ 14 മലേഷ്യയിലെ ജോഹോർ ജയ ഹാളിൽ വലിയ ആഘോഷത്തോടെ നടന്നു. 9 മുതൽ 30 വയസ്സുവരെയുള്ള സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന 44 പേരുടെ ഒരു വലിയ സംഘമാണ് ഈ അരങ്ങേറ്റത്തിൽ പങ്കെടുത്തത്. മലേഷ്യയിലെ ഏറ്റവും ആദ്യത്തെയും വലുതുമായ കേരളീയ വാദ്യ സംഘമാണിത്. സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ ഡയറക്ടറായ സന്തോഷ് ആലങ്കോടിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പരിശീലനവും അരങ്ങേറ്റവും നടന്നത്. വാദ്യകലാ സ്വപ്നം യാഥാർത്ഥ്യമായി മലേഷ്യയിൽ പഞ്ചാരിമേള പരിശീലന ക്ലാസുകൾ ആരംഭിക്കുന്നതിനുള്ള ആശയം രാംദർശൻ മ്യൂസിക് അക്കാദമി സ്ഥാപകനും ഡയറക്ടറുമായ സായ് ദർശന്റേതായിരുന്നു. സോപാനത്തിന്റെ കൃത്യമായ സിലബസ് പ്രകാരം ആശാന്മാരായ മുരളി കണ്ടരകം, സന്തോഷ് ആലങ്കോട്ട് എന്നിവരാണ് മലേഷ്യയിലെത്തി പരിശീലനം നൽകിയത്. സോപാനത്തിലെ 11 കലാകാരന്മാർ ഈ അരങ്ങേറ്റത്തിന്റെ വിജയകരമായ പൂർത്തീകരണത്തിന് എത്തിച്ചേർന്നതും ഒരു വലിയ കാഴ്ചയായിരുന്നു. ഈ അരങ്ങേറ്റം കേരളത്തിന്റെ ക്ലാസിക്കൽ കലാരൂപങ്ങളെ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന നാഴികക്കല്ലായി മാറിയിരിക്കുന്നു. ഈ ചാനൽ ന്യൂസ് എടപ്പാൾ. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി.